ബാക്ക് ടു അവർ ചാനൽ. ഇനി നമുക്ക് ഒരു ക്രിസ്മസ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ്. എസ്പെഷ്യലി ഇതിന്റെ ഐ മേക്കപ്പ്. ഈ ഒരു ഐ മേക്കപ്പ് നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സിന്റെ കൂടെയും അതേപോലെ തന്നെ ഏതൊരു ഫംഗ്ഷനും മാച്ച് ആയിട്ട് പോകുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ സെബാമെഡിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു ഓയിലി സ്കിൻ ആണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പം ഞാനത് ഇതേപോലെ കയ്യിലെടുത്തിട്ട് ഫേസിൽ ഡോട്ടായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫേസിലും കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാനിത് ഏർലി മോർണിംഗിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു 3:45 എങ്ങാണ്ട് ആ സമയത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ലുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുതേ. സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ബ്രഷിന്റെ സ്പൂൾ വെച്ചിട്ട് ആദ്യം നമ്മളുടെ ഐബ്രോ ഒന്ന് താഴത്തേക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലേക്കും ഇതേപോലെ ഒന്ന് കോംബ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു ബ്രൗൺ കളറും ഒരു ആഷ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് NYBയുടെ ഒരു കൺസീലർ ആണ്. ഈ ഒരു കൺസീലർ എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള 1-2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു കൺസീലർ ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ കണ്ണ് കുറച്ചും കൂടെ കണ്ണും നമ്മളുടെ പുരുകും ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് കൺസീലർ ആണ്. എന്നിട്ട് ഞാൻ പുരുകത്തിനടിയിലും അതേപോലെ ഐലിഡിലും ഇതേപോലെ കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കൺസീലർ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നമ്മളത് ബ്ലെൻഡ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഡ്രൈ ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ആ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ ഓവറായിട്ട് നിൽക്കുന്ന പോർഷനൊക്കെ നമ്മളൊന്ന് ഡാബ് ചെയ്ത് ഒന്ന് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ബ്രഷിൽ നമ്മുടെ ബനാന പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് എടുത്തിട്ട് നമ്മളുടെ ഐലിഡ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെലോ ടേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് അത് 2-3 തവണ ഒന്ന് അതിന്റെ പശ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ ഈ കണ്ണിന്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗവും നമ്മളുടെ പിരികത്തിന്റെ ആ ഒരു സൈഡിലേക്ക് ആ ഒരു നേരെ അങ്ങനെ ഒരു രീതിയിൽ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്കത് കിട്ടും കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ ഒരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ മാസിന്റെ ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ എടുക്കുന്നത്. അത് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻഡ് കോർണറിലായിട്ട് ഒരു വിങ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഞാൻ ഇങ്ങനെ ക്രീസിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. അത് ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ അത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അത് ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വീണ്ടും ആ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കളറ് നമ്മളൊന്ന് എടുക്കുകയാണ് കേട്ടോ. ഒരു ബ്ലെൻഡിങ് ബ്രഷിൽ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്രീസിലേക്ക് ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പം ആ ഒരു എഡ്ജിൽ നിന്ന് ഇങ്ങനെ ക്രീസിലായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സർക്കുലർ മോഷനിൽ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്ത പോർഷൻ ഞാൻ ഇപ്പുറത്തെ കണ്ണിലാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഞാൻ ആദ്യം എടുത്തത് ബ്ലർ ആയിപ്പോയി. അപ്പം ഞാൻ ഇപ്പുറത്തെ കണ്ണിലാണ് കേട്ടോ ബാക്കി ഭാഗം കാണിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ബ്രൗൺ കളർ വെച്ചിട്ട് നന്നായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ഷാമ്പയിൻ ഷെയ്ഡാണ് കേട്ടോ, ഒരു ഗോൾഡൻ കൈൻഡ് ഓഫ് ഷാമ്പയിൻ ഷെയ്ഡ് ഒരു ഫ്ലാറ്റ് ബ്രഷിൽ എടുത്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ നമ്മളുടെ ബാക്കി പോർഷനിൽ, അതായത് ഇന്നർ കോർണർ മുതൽ ആ ബ്ലാക്ക് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ ഒരു ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കാനായിട്ട് പാടില്ല. അതിങ്ങനെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആയി നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ആക്കിയെടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഒരു ഗ്ലിറ്റർ ഐഷാഡോ ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡും അതേപോലെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അത് ഞാൻ ഇതേപോലെ ഒന്ന് ഫിംഗറിൽ കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ ഒരു
ഐലിഡ് ഉണ്ടല്ലോ, ഐലിഡിന്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പതുക്കെ കൈവച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കണ്ണ് എഴുതുകയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ പെൻ ഐലൈനർ ആണ്. അത് വെച്ചിട്ട് ഞാൻ ലൈറ്റ് ആയിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാലിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇന്നർ കോർണറിൽ ചെറിയൊരു വി പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഓക്കെ, അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നും ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, നമ്മൾ ഐലിഡിലിട്ട് ആ ഒരു ബ്രൗൺ കളർ, ആ ഒരു ബ്രൗൺ കളറും അതേപോലെ ബ്ലാക്കും കൂടെ, ലൈറ്റ് ആയിട്ട് ബ്ലാക്കും കൂടെ എടുത്തിട്ട് ഒന്ന് നമ്മളുടെ വാട്ടർ ലൈനിൽ, താഴത്തെ വാട്ടർ ലൈനിൽ ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുകയും ചെയ്യും, നല്ലൊരു ലുക്കാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ അത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു ടേപ്പ് ഉണ്ടല്ലോ, ആ ടേപ്പ് ഞാനൊന്ന് ഇളക്കി മാറ്റുകയാണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐ ലുക്ക്. അടിപൊളിയല്ലേ? നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐ മേക്കപ്പ് ആണ് ഇത്. ഇനി നമ്മൾ മസ്കാര ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഞാനിവിടെ നമ്മുടെ മാസിൻ്റെ മസ്കാര തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു മസ്കാര വെച്ചിട്ട് നമ്മുടെ ഐലാഷസ് രണ്ടും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഫേക്ക് ഐലാഷസ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്കിന്റെ മെയിൻ പാർട്ട് ആയിട്ടുള്ള ഐ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഇനി നമ്മൾ പ്രൈമർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പോർഷനും ചെറുതായിട്ടൊന്ന് ബ്ലർ ആയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പോർസ് ഉള്ള ഭാഗത്ത്, പിന്നെ അതേപോലെ ഞാൻ പെട്ടെന്ന് ഓയിലി ആകുന്ന ഭാഗത്തൊക്കെ മാത്രം ഒന്ന് പ്രൈമർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മെയിനായിട്ട് ഞാൻ ഈ ഒരു പോർസിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് താഴത്തോട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ലിപ് ബാമും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഡെർമാക്കോയുടെ ലിപ് ബാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് നമ്മൾ ലിപ്പ് ഒന്ന് സെറ്റ് ആക്കി വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ നൈക്കയുടെ ഫൗണ്ടേഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം കവറേജ് ഒന്നും തരുന്ന ഒരു ഫൗണ്ടേഷൻ അല്ല. നിങ്ങളിപ്പം പാർട്ടിക്കൊക്കെ പോകുമ്പം കവറേജ്, കുറച്ച് നല്ല കവറേജ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഫൗണ്ടേഷൻ കയ്യിലൊന്ന് എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ഡോട്ട് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസിലും അതേപോലെ തന്നെ കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. നനച്ച് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. അത് വെച്ചിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് ഫേസ് നന്നായിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടുകയും ചെയ്യും, ഒരുപാട് ഇങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൺസീലർ ആണ്. കൺസീലർ ഞാൻ എൻ്റെ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മെബിലിൻ്റെ കൺസീലർ ആണ് കേട്ടോ. ഇത് എടുത്തിട്ട് നമ്മളിവിടെ ഇന്ന് കളർ കറക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റായിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ ഞാനൊന്ന് ഈ കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ നമുക്ക് ഡാർക്ക് സർക്കിൾ ഉള്ളടുത്ത് അത് ഒരുപാട് ഇടുന്നില്ല, ഇതേപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ലിപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിർത്തേണ്ട പോയിന്റ്സിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ നോസിൻ്റെ ഹൈ പോയിന്റ് ഉണ്ടല്ലോ, അവിടെയും കൂടെ നമ്മളൊന്ന് ആ ഒരു ബ്രിഡ്ജ്, ആ ഒരു ഭാഗത്തും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് എന്തെന്ന് കണ്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു ഐഷാഡോയുടെ ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ആ ഒരു കൺസീലർ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഷുഗറിൻ്റെ ബനാന പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് നന്നായിട്ട് ഓയിലി ആവുന്ന ഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ഫേസിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നില്ല. കാരണം ഓയിലി സ്കിൻ ആയതുകൊണ്ട് ബനാന പൗഡറോ ലൂസ് പൗഡറോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഫേസും കഴുത്തും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കോണ്ടൂർ ചെയ്യാം നമ്മുടെ ഫേസ്. ഞാൻ എൻ്റെ ഡബിൾ ചിന്നുള്ള ഭാഗത്ത്, അതുപോലെ തന്നെ ചീക്കിൻ്റെ രണ്ട് സൈഡിൽ, പിന്നെ നോസിൻ്റെ ഈ ഒരു താഴെ വശത്തായിട്ട് ലൈറ്റായിട്ടൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതും ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ നമ്മളുടെ സ്ഥിരം എൻവൈബയുടെ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റിൽ നിന്നും ഈ ഒരു കളർ എടുത്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഹൈലൈറ്റർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ സെയിം നമ്മളുടെ ഈ ഒരു എൻവൈബയുടെ ഈ ഒരു പാലറ്റിൽ നിന്നും
ഒരു ഗോൾഡൻ ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് അത് ഞാൻ ഇതേപോലെ നമ്മളുടെ ചീക്ക് ബോണിലെ മുകൾവശത്ത് ഐബ്രോയുടെ താഴെ ഒക്കെ ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ. മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് ഞാൻ ഫേസിലെല്ലാം ഒന്ന് നമ്മളുടെ മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഞാൻ ആദ്യം മാസിൻ്റെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കി. അപ്പം അതെനിക്ക് അത്ര അങ്ങോട്ട് സുഖിച്ചില്ല. പിന്നെ ഞാൻ മാറ്റിയിട്ട് നമ്മളൊരു റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഓർണമെന്റ്സ് ഞാൻ ഇങ്ങനെയാണ് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.